പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നടക്കാനിരിക്കുന്നത് അദാനി ഗ്രൂപ്പ് അയച്ച കത്തിന്റെ ഫർദർ പ്രൊസീഡിംഗ്സ്. അതാണ്, തുടർ നടപടികളാണ് നടക്കാനിരിക്കുന്നത്. എന്തായിരിക്കും ആ തുടർ നടപടികൾ? നമുക്കതൊന്ന് പരിശോധിക്കാം. നോക്കൂ, കത്ത് പരിശോധിക്കാൻ പോകുന്നത് ഒരു എംപവേർഡ് കമ്മിറ്റിയാണ്. ആരൊക്കെയാണ് ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ? ചീഫ് സെക്രട്ടറിയാണ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. സർക്കാരും വിഴിഞ്ഞം പോർട്ടുമായി നടത്തുന്ന എല്ലാ ഇടപാടുകൾക്കും ഒരു ഇന്റർമീഡിയറി വിഭാഗമുണ്ട് കേട്ടോ. അതിനെ വിസിൽ എന്നാണ് വിളിക്കുക. അതിന്റെ മാനേജിംഗ് ഡയറക്ടർ, അദ്ദേഹം സർക്കാർ നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് ഈ കമ്മിറ്റിയുടെ കൺവീനർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ കമ്മിറ്റിയിൽ 3 അംഗങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തെയാൾ തുറമുഖ വകുപ്പ് സെക്രട്ടറി, രണ്ടാമത്തെയാൾ ധനവകുപ്പ് സെക്രട്ടറി, മൂന്നാമത്തെയാൾ നിയമവകുപ്പ് സെക്രട്ടറി. ഇവരാണ് മറ്റംഗങ്ങൾ എന്ന് പറയുന്നത്. ഈ 3 വകുപ്പുകളും, അതായത് തുറമുഖം, ധനം, നിയമം, ഈ വകുപ്പുകൾ ആരാണ് ഭരിക്കുന്നത്? ഈ വകുപ്പുകൾ ആരുടെ കയ്യിലാണ്? മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ കയ്യിലാണെന്നേ. അതിലൊരു നിഗൂഢതയും നമ്മൾ ആരോപിക്കുകയല്ല കേട്ടോ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിനായി കണ്ടെത്തിയ വകുപ്പുകളാണിത്. പക്ഷെ പ്രശ്നം എന്താണ്? ധനവകുപ്പിലായാലും തുറമുഖ വകുപ്പിലായാലും നിയമവകുപ്പിലായാലും ഫയലിൽ ഒപ്പുവെക്കുന്നത് ഒറ്റയാൾ തന്നെയാണ്. അത് വി.ഡി. സതീശനായിരിക്കും. അതാണ് പ്രശ്നം. ആദ്യം തുറമുഖ സെക്രട്ടറി ഫയൽ പരിശോധിക്കും, എന്നിട്ട് തുറമുഖ മന്ത്രിക്ക് സമർപ്പിക്കും. അത് വി.ഡി. സതീശനാണല്ലോ. ഇനി തുറമുഖ മന്ത്രി ആയ വി.ഡി. സതീശൻ അത് ധനമന്ത്രിയായ വി.ഡി. സതീശന് തന്നെ അയക്കും. അത് സതീശൻ തന്നെ പരിശോധിക്കും. എന്നിട്ട് ധനമന്ത്രിയായ സതീശൻ ഇത് നിയമമന്ത്രിയായ സതീശന് തന്നെ അയക്കും. അതും അദ്ദേഹം തന്നെ പരിശോധിക്കും. എന്നിട്ട് ഈ അഭിപ്രായങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒടുവിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. അതിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി സതീശൻ തന്നെ എടുക്കും. ഇതാണെന്നേ നടക്കാനിരിക്കുന്നത്. ഇനിയിപ്പം ഉദ്യോഗസ്ഥ തലത്തിൽ ഈ കാര്യം ആരാണ് ആദ്യം പരിശോധിക്കാൻ പോകുന്നത്? സ്വാഭാവികമായും അത് തുറമുഖ സെക്രട്ടറി ആയിരിക്കുമല്ലോ. വിഴിഞ്ഞം അദ്ദേഹത്തിന്റെ വകുപ്പാണല്ലോ. ആരാണ് തുറമുഖത്തിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി എന്ന് പറയുന്നത്? രത്തൻ യു ഖേൽക്കർ ആണ് ഈ തുറമുഖ സെക്രട്ടറി എന്ന് പറയുന്നത്. അത്ഭുതകരമെന്ന് പറയട്ടെ, അദ്ദേഹം തന്നെയാണ് കേട്ടോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും. ചുരുക്കത്തിൽ ഞാനും അപ്പനും സുഭദ്രയും എന്നൊരു പരിപാടിയാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. ഇതൊരു വലിയ ഗൂഢാലോചനയാണ് എന്നൊന്നും സർജിക്കൽ സ്ട്രൈക്ക് പറയുന്നില്ല. പക്ഷേ CPM-ന്, അതായത് മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്ക് ആ സംശയമുണ്ടെന്നേ. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്താണ് പറഞ്ഞത്? അദാനിയും സതീശനും തമ്മിലുള്ള ഡീലാണ് നടക്കുന്നത് എന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്നതിന് 2 ദിവസം മുമ്പ് വി.ഡി. സതീശൻ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്തേക്ക് ഒരു യാത്ര പോയിരുന്നു. അന്ന് മംഗലാപുരത്ത് വെച്ച് അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കിഷോർ അൽവയുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. അതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ യാദൃച്ഛികമാണെന്നായിരുന്നു അന്ന് കോൺഗ്രസ് നൽകിയ വിശദീകരണം. പക്ഷേ അത് സംശയകരമാണ് എന്നാണ് അന്ന് പ്രതിപക്ഷം ആരോപിച്ചത്. അതിന് പിന്നാലെയാണെന്നേ തുറമുഖ വകുപ്പ് സതീശൻ തന്നെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോഴും അതേ സംശയം തന്നെയാണ് പ്രതിപക്ഷം ആവർത്തിച്ചത്. പോരാത്തതിന് ധനമന്ത്രി കൂടിയായ വി.ഡി. സതീശൻ ആദ്യമായി അവതരിപ്പിച്ച ബജറ്റിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്തായിരുന്നു? സമുദ്ര മിഷനാണ്.